ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മളൊരു സീരീസ് ഓഫ് സ്റ്റഡീസ് അവസാനിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി അനേകം ആളുകൾ പല സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതുകൊണ്ടും അതിനുത്തരം പറയുക എന്നുള്ളത് കൂടെ ശുശ്രൂഷാപരമായി വചനം പഠിപ്പിക്കുന്നവരുടെ ബാധ്യതയായതുകൊണ്ടും ഉത്തരവാദിത്തമായതുകൊണ്ടും ഇന്നും നാളെയും നമ്മൾ ഇതേ ചോദ്യോത്തര പരിപാടികൾ തുടരുകയാണ്. ഇന്ന് ഈ ചോദ്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചോദിക്കുന്നതിന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് തൊടുപുഴയിലുള്ള ലോക്കൽ സഭയിലെ ശുശ്രൂഷകനായ ജിജോ കെ ജോയിയാണ്. ഒരു രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എന്ത് ചെയ്യണം, ഇനി എന്ത് എന്നുള്ള ചോദ്യം പലപ്പോഴും വിശ്വാസിയുടെ ഉള്ളിൽ ഉദിക്കാറുണ്ട്. അപ്പം പിന്നീട് ഉണ്ടാകുന്ന ഒരു ചിന്ത ദൈവത്തെ അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കണം എന്ന് പലപ്പോഴും സഭകളിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ അനുസരിക്കണമെന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ ആളുകളുടെ ഉള്ളിൽ, വലിയ വിശ്വാസികളുടെ ഉള്ളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കൽപ്പനകളിലേക്കാണ് പെട്ടെന്ന് വരാനുള്ള സാധ്യത. കൽപ്പനകളിലേക്ക് വരുമ്പോൾ പിന്നീട് പലപ്പോഴും അത് അവിടെ അവസാനിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ പുതിയ നിയമത്തിലെ ദൈവത്തെ അനുസരിക്കണമെന്ന് പറയുമ്പം അതെന്താണ് ഈ പുതിയ നിയമത്തിലെ അനുസരണം? ഓക്കെ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിലെ അനുസരണം കൽപ്പനകളുടെ അനുസരണമായി നമ്മൾ വ്യാഖ്യാനിച്ചാൽ അത് ഏത് മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമാണെന്നുള്ളതാണ്. കാരണം നമ്മൾ വളരെ ലഘുവായിട്ട് കാണുന്ന കൽപ്പനകൾ വരെയും ആത്മീയമായിട്ട് വ്യാഖ്യാനിച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുസരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് സുവിശേഷത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, ഈവൻ അപ്പോസ്തലന്മാർ ഉപദേശിക്കുമ്പോൾ അവർ പഠിപ്പിച്ച കൽപ്പനകൾ പോലും നമുക്ക് അനുസരിക്കാവുന്ന രീതിയിലല്ല, ജഡത്തിന്, അതായത് ഒരു മനുഷ്യൻ്റെ തീരുമാനം കൊണ്ടോ ശക്തി കൊണ്ടോ അനുസരിക്കാവുന്ന രീതിയിലല്ല ഉള്ളത്. പക്ഷേ അവിടെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നൊരു കാര്യം റോമാലേഖനം 1:6 പറയുന്നു, സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൽപ്പനകളുടെ അനുസരണവും വിശ്വാസത്തിൻ്റെ അനുസരണവും രണ്ടാണെന്നുള്ളതാണ്. കൽപ്പനകളുടെ അനുസരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു കൽപ്പന കാണുന്നു, ആ കൽപ്പന അനുസരിക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ഒരുപക്ഷെ നമ്മൾ നരകത്തിൽ പോകുന്നുള്ള പേടികൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ നരകത്തിലിടും, ഇങ്ങനെയുള്ള ഭയമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഹമോ ആണ് നമ്മളെ ഒരു കൽപ്പനയിലേക്ക് എപ്പോഴും നയിക്കുന്നത്. അപ്പോൾ കൽപ്പന ഉണ്ട്, അതുകൊണ്ടാണ് അനുസരിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന പുതിയ നിയമത്തിൽ പറയുന്നത് അത് റോമർ 1:6 മാത്രമല്ല, റോമർ 16:24 അത് തീരുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുപോലെ അത് ബൈബിളിൽ ത്രൂ ഔട്ട് പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. ഈ വിശ്വാസത്തിന് അനുസരണം വരിക, എന്താണ് വിശ്വാസത്തിന് അനുസരണം വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം? വിശ്വാസം എന്നത് നമ്മൾ പലപ്പോഴും വളരെ ലഘുവായിട്ട് വ്യാഖ്യാനിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. വിശ്വാസം എന്ന് പറയുന്നൊരു സഭയുടെ തത്വങ്ങളിലുള്ള വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് രോഗം ദൈവം മാറ്റും എന്നുള്ള വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ അവൻ്റെ കൂടെ മരിച്ചെന്നും ഇനി ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നതെന്നുള്ള എൻ്റെ തിരിച്ചറിവാണ്. അത് കാണാത്ത കാര്യങ്ങളാണ്. അത് ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എൻ്റെ ഫെയ്ത്തിൽ എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ്, അതാണ് എനിക്ക് അനുസരണമായി മാറുന്നത്. അതായത് എൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നുള്ളതിലേക്ക് ഞാൻ നടത്തപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത കാരണം ഞാൻ പെർഫെക്റ്റ് ആകുന്നില്ല, പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഉള്ളിലെ ഞരക്കമെന്ന് പറയുന്നത് ഈ ക്രിസ്തു എന്നിൽ വസിക്കുന്നതുകൊണ്ട് അവനെപ്പോലെ ആവുക എന്നുള്ളൊരു ഞരക്കമാണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിൻ്റെ അനുസരണമാണ്, അതായത് ക്രിസ്തുവാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ എന്താകും എന്നുള്ളതിൻ്റെ മോറൽ അനുസരണം. അതായത് ധാർമ്മികമായി കർത്താവ് എന്ത് ചെയ്യും, ആത്മീകമായ കർത്താവ് എന്ത് ചെയ്യും, എങ്ങനെ ഒരു പ്രതിസന്ധിയെ കർത്താവ് എങ്ങനെ നോക്കിക്കാണും, ഇത് എനിക്ക് വിശ്വാസത്താൽ എൻ്റെ ഉള്ളിലെ മനോഭാവമായി മാറുമ്പോൾ കൽപ്പനകൾ ഉള്ളതുകൊണ്ടല്ല ഞാൻ അനുസരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് നിയതമായ കൽപ്പനകളുടെ അനുസരണമല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ അനുസരണമാണ്. അത് ദൈവത്താൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വിശുദ്ധീകരണത്തിൻ്റെ ഫലമായി നമ്മളിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണം പറയുമ്പം അതിനകത്ത് കർത്താവ് പറഞ്ഞ കൽപ്പനകളുണ്ടല്ലോ, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഇക്കാര്യങ്ങൾ അനുസരിക്കണം എന്നുള്ള തലത്തിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ആ കൽപ്പനകളെ? അതായത് ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ 2001 മുതൽ ശുശ്രൂഷയിലുള്ള ആളാണ്. ഇപ്പം 23 വർഷം കഴിഞ്ഞു ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട്.
ഇന്നേ വരെ ഈ ന്യായപ്രമാണത്തിൻ്റെ അതായത് ഗിരിപ്രഭാഷണത്തിലുള്ള കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരാളെ പോലും ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ആ കൽപ്പനകൾ വെച്ചത്? ആ കൽപ്പനകൾ യഥാർത്ഥമല്ലേ? നമ്മൾ അനുസരിക്കാൻ വേണ്ടിയല്ലേ? ചുമ്മാ കർത്താവ് പറഞ്ഞതാണോ? അങ്ങനെ കർത്താവ് ചുമ്മാ അത്രയും വലിയ കൽപ്പനകൾ ഒരു 2-3 അധ്യായങ്ങൾ ബൈബിളായിട്ട് എഴുതി നമുക്ക് തരുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത്, യേശു കർത്താവ് ശരിക്കും അതുവരെയും മനുഷ്യൻ കണ്ടുകൊണ്ടിരുന്ന കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ഹിതം, അതിൻ്റെ പുറമേയുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പുറമേ നോക്കുമ്പോൾ നിങ്ങൾ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കർത്താവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകക്കാമ്പാണ് എടുത്തത്. അതായത് കൊലപാതകം എവിടെ നിന്ന് വരുന്നു? ഒരു സഹോദരനോടുള്ള ദേഷ്യത്തിൽ നിന്നാണ് അത് വരുന്നത്. അതുപോലെ വ്യഭിചാരം എവിടെ നിന്ന് വരുന്നു? വ്യഭിചാരം വരുന്നത് ആ ഹൃദയത്തിലെ ലസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അവിടെ അതിനെ റൂട്ടിനെ സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അനുസരണം. അപ്പോൾ റൂട്ടിനെ സ്ട്രൈക്ക് ചെയ്യാൻ എനിക്ക് ശക്തിയില്ല. എനിക്ക് വേണമെങ്കിൽ എൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കാം, ചിന്തകളെ വേണേൽ മാറ്റിവിടാം. പക്ഷേ എൻ്റെ ഈ ചിന്തകളെ ഉണ്ടാക്കി വിടുന്ന പ്രകൃതത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടത് തന്നെയാണ്, നമുക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അത് അനുസരിക്കേണ്ടത് ഒരു ആത്മീകമായൊരു വഴിയുണ്ട്. അതിനൊരു മനുഷ്യൻ ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തെറിഞ്ഞ് കളയാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വത്തെല്ലാം വിട്ടു കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം, ഈ കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞവൻ പിന്നീട് അതിൻ്റെ അഹങ്കാരത്തിലായിരിക്കും ജീവിക്കുന്നത്. അവൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആയിരിക്കില്ല വരുന്നത്. അവൻ സ്വന്തമായി ഉണ്ടാക്കിയൊരു പാറ്റേണിലോട്ട് പോയി അവൻ സ്വയനീതിക്കാരനായി മാറിയുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സൽപ്രവൃത്തി നമ്മൾ ചെയ്താൽ ആത്മാവിലല്ല അത് ചെയ്യുന്നെങ്കിൽ നമുക്കത് കഠിനമായ ഒരു മാനസാന്തരപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. അപ്പോൾ ശരിക്കും അതിന് ഈ കൽപ്പനകൾ അനുസരിക്കാൻ ആത്മീകമായൊരു വഴി കർത്താവ് വെച്ചിട്ടുണ്ട്. അതിനെയാണ് വിശ്വാസത്തിന് അനുസരണം എന്ന് പറയുന്നത്. ഈ കർത്താവ് പറഞ്ഞ കൽപ്പനകളെ നമ്മൾ നോക്കുന്നത് കൽപ്പനകൾ എന്ന രീതിയിലല്ല, വിശ്വാസത്താൽ അനുസരിക്കേണ്ട നീതിയുടെ പ്രമാണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഫെയ്ത്താണ് അനുസരണം. എന്തുമാത്രം ഫെയ്ത്ത് എൻ്റെ ഉള്ളിലുണ്ടോ, എന്തുമാത്രം ഞാൻ മരിച്ചു എന്ന ബോധ്യം അല്ലെങ്കിൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുള്ള ബോധ്യം എന്നിലുണ്ടോ, അതെന്നെ ഈ കൽപ്പനകളുടെ ഈ ഒരു കർത്താവ് വെച്ചിരിക്കുന്ന ജീവിത സ്റ്റാൻഡേർഡിലേക്ക്, കാഴ്ചകളുടെ സ്റ്റാൻഡേർഡിലേക്ക്, ചിന്തകളുടെ സ്റ്റാൻഡേർഡിലേക്ക് എന്നെ ആത്മാവിൽ നയിച്ച് എന്നിൽ അനുസരണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൽപ്പനകൾ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് അനുസരിക്കുക എന്നുള്ളതിനേക്കാളും ആ അനുസരണത്തിലേക്ക് ഞാൻ ആത്മാവിൽ നടക്കുക എന്നുള്ളതാണ് ബാക്കി ഉപദേശങ്ങൾ കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് നമ്മളുടെ ഒരു എക്സ്റ്റേണലുള്ള അല്ലെങ്കിൽ ഒരു ശരീരത്തിലുള്ള അല്ലെങ്കിൽ ജഡത്താലുള്ള ഒരു അനുസരണം അസാധ്യമാണ്. പിന്നെ ആത്മാവിലാണ്, വിശ്വാസത്താലാണ് ഈ അനുസരണം നടക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം, പലപ്പോഴും നമ്മൾ ആത്മാവിനാലുള്ള അനുസരണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് എന്താണ് ഈ ആത്മാവിനാലുള്ള അനുസരണം? പലപ്പോഴും ആളുകൾ അത് ഇങ്ങനെ നമ്മൾ വിവിധ ഭാഷകൾ പറഞ്ഞുകൊണ്ട് ആത്മാവിനാലുള്ള ഒരു ജീവിതം, അത്തരത്തിലുള്ള ഒരു ജീവിതമാണോ? എങ്ങനെയാണ് ഈ ആത്മാവിനാൽ നമുക്ക് ജീവിക്കാൻ പറ്റുക? ഇത് നമ്മൾ പലപ്പോഴും ഞാൻ നേരിട്ടിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്, ആത്മാവിലാണ് ബ്രദറെ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇന്ന് ചായയിൽ പാലൊഴിക്കണോ വേണ്ടയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പാലൊഴിക്കാതെ കടുംചായ കുടിച്ചാൽ മതി. ഞാൻ അന്ന് കടുംചായ കുടിച്ചാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റത്. ഞാൻ അത്രയും അനുസരിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്നോട് രാവിലെ നീ മാർക്കറ്റിൽ പോകുമ്പം ഇന്ന സാധനം വാങ്ങിച്ചാൽ മതിയെന്ന് കർത്താവ് പറഞ്ഞു. അല്ലെങ്കിൽ നീ വണ്ടിയെ കയറിയാൽ മതി എന്ന് പറഞ്ഞു. കാറ് മേടിക്കാൻ ചെന്നപ്പോൾ ഈ കളർ മതി എന്ന് കർത്താവ് പറഞ്ഞു. ഞാനിതെല്ലാം വളരെ ശ്രദ്ധിച്ച് കർത്താവ് പറയുന്ന കേട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ആത്മാവാണ് എന്നെ നടത്തുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആത്മാവല്ല പറയുന്നത്, ഇത് പറയുന്നത് നമ്മുടെ മൈൻഡിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ്. അതായത് നമ്മുടെ മനസ്സിനകത്തു നിന്നുള്ള കാമനകളിൽ നിന്ന് വരുന്ന പലതരം ആശയങ്ങളാണ്. ദൈവമാണ് നമ്മൾ ചിന്തിക്കുകയാണ്. ദൈവത്തിന് കാറിൻ്റെ കളറോ നിങ്ങൾ രാവിലെ പാലൊഴിച്ച് ചായ കുടിച്ചോ എന്നുള്ള വിഷയങ്ങളൊന്നുമല്ല കർത്താവിൻ്റെ വിഷയങ്ങൾ. അപ്പോൾ ഇത് ആത്മാവിൻ്റെ അനുസരണം എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മളെപ്പോൾ ആത്മാവിൻ്റെ അനുസരണം എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് യേശു ക്രിസ്തുവാണ്. കാരണം ക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടിയാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് തന്നെ. ക്രിസ്തുവിനെ നമ്മിൽ ഉരുവാക്കാൻ വേണ്ടി, വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലി വേണോ ദോശ വേണോ എന്നുള്ള ചോദ്യത്തിലൂടെ ക്രിസ്തു വെളിപ്പെടുന്നില്ല. ശരിക്കും ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ, ഉദാഹരണത്തിന് ന്യായപ്രമാണത്തിൽ കാതലായത് എന്താണ്? ന്യായപ്രമാണത്തിൽ കാതലായത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കി എടുക്കുകയും വലിയ വലിയ കാര്യങ്ങൾ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. ജീരകം, ചതുവപ്പ്, ഇതിലെല്ലാം നിങ്ങൾ ദശാംശം കൊടുക്കുന്നു, എന്നാൽ ന്യായം, കരുണ, സ്നേഹം ഇതെല്ലാം തിരിച്ചു കളയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ഒബീഡിയൻസ് എന്ന് പറയുന്നത്
കൽപ്പനകളിലേക്കല്ല പോകുന്നത്, അതിൻ്റെ അകത്തിരിക്കുന്ന ക്യാരക്ടറിലേക്കാണ് പോകുന്നത്. അതായത് ഞാൻ എന്തുണ്ടാക്കിയെന്നോ ഏത് ഡ്രസ്സ് ഇട്ടെന്നുള്ളതല്ല, അത് പോകുന്നത് എൻ്റെ ഉള്ളിൽ എന്തുമാത്രം ക്ഷമയുണ്ടായി, എന്തുമാത്രം കരുണയുണ്ടായി, എന്തുമാത്രം ക്രിസ്തുവിൻ്റെ ആർദ്രതയുണ്ടായി. അപ്പോൾ കർത്താവ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്തുമാത്രം എന്നിൽ ഉണ്ടാകുന്നുള്ളതാണ് അനുസരണം. അനുസരണം എന്ന് പറയുന്നത് ഫെയ്ത്ത് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടറാണ്. അതായത് ഞാൻ കർത്താവ് ചെയ്ത് അതുപോലെ ചെയ്തു. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കർത്താവ് ചെയ്യുന്ന അതുപോലെ ചെയ്യാനൊരു, ഇപ്പോൾ ഉദാഹരണത്തിന് സമാഗമന കൂടാരം ഉണ്ടാക്കി, അല്ലെങ്കിൽ ടെമ്പിൾ ഉണ്ടാക്കി. ടെമ്പിൾ ഉണ്ടാക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഇത്ര നീളം ഇത്ര വീതി ഇങ്ങനെ ഇന്ന സാധനം കൊണ്ടെന്നൊക്കെ പറയുന്നതിന് കാരണം അത് വലിപ്പവും തികവും മേറിയുള്ളൊരു കൂടാരത്തിൻ്റെ റെപ്ലിക്കയാണ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ വലിപ്പവും തികവുമുള്ള കൂടാരം എന്ന് പറയുന്നത് നിത്യതയിലുള്ളതാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. അത് എബ്രായലേഖനം വായിക്കുമ്പോൾ നോക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ജീവിക്കുന്ന ക്രിസ്തു എന്ന രക്ഷകൻ്റെ റിഫ്ലക്ഷനായിട്ടാണ്. അവിടെ നമ്മൾ ഇത്ര അടി ഇത്ര വീതി എന്നല്ല നമ്മുടെ അനുസരണം. നമ്മുടെ അനുസരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ നടത്തപ്പെടുന്നതാണ്. അത് 2 പത്രോസ് 1 അധ്യായത്തിൽ, അല്ല 1 പത്രോസ് 1 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ അവിടെ പറയുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുക എന്നാണ്. അതായത് വി ഗെറ്റ് എ ഹോളി നേച്ചർ. ആ നേച്ചർ എനിക്ക് അനുസരണമായി വരികയാണ്. ഇപ്പോൾ എനിക്കൊരാളുടെ പക തോന്നുന്നില്ല, കാരണം ഐ ഗോട്ട് എ ഹോളി നേച്ചർ. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവം ആത്മാവ് എന്നിലേക്ക് പകർന്നതാണ്. അപ്പോൾ ഒരാൾ എന്നെ ഉപദ്രവിക്കുമ്പം എനിക്ക് പോയി കെട്ടിപ്പിടിക്കാനാണ് തോന്നുന്നത്, കാരണം അത് ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്. അത് ആത്മാവിൽ എന്നെ ഉരുവാകുന്ന ക്രിസ്തുവിൽ നിന്നാണ് ഈ അനുസരണം ഉണ്ടാകുന്നത്. അല്ല നമ്മൾ എപ്പോഴാണോ കൽപ്പനകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്യാരക്ടർ ഉണ്ടാകുന്നില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു സ്വയനീതി ഭാവം മാത്രമേ നമുക്കുണ്ടാകുന്നുള്ളൂ. ഈ ഒരു ഡിഫറൻഷിയേഷൻ നമ്മൾ പുതിയ നിയമത്തിലെ അനുസരണത്തിൽ വരുത്തേണ്ടതാണ്. ഈ ആത്മാവിനാലുള്ള അനുസരണം എന്ന് പറയുമ്പം അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഈ മെറ്റീരിയലായ അല്ലെങ്കിൽ ഭൗതികമായ ഒന്നിലേക്ക് നമ്മളെ നയിക്കുന്നില്ല, ആത്മീയമായ അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നമ്മളെ ഓരോ ദിവസവും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നാണല്ലോ അതിൻ്റെ, അങ്ങനെയാണോ? അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ചില കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതൊരു ഇപ്പോൾ അതൊരു റൈച്ചസ്നെസ്സിനായിട്ടുള്ളൊരു ഒബീഡിയൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്നോട് കർത്താവ് പറയാണ് നീ ഇന്ന സ്ഥലത്ത് പൊക്കോ എന്ന് പറയുമ്പം അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. ആ നിയോഗം ഞാൻ അനുസരിക്കുന്നു. പക്ഷേ ശരിക്കുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ നിയോഗം ഞാൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്നോട് സുഡാനിലോട്ട് പോകാൻ പറയുന്നു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി. കർത്താവ് പറയുന്നത് നീ ഇവിടെ നിർത്തിയിട്ട് ആഫ്രിക്കയിലേക്ക് വയ്ക്കും, അല്ലെങ്കിൽ ഇന്ന നോർത്ത് ഇന്ത്യയിലേക്ക് വയ്ക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു നിയോഗമാണ്. പക്ഷേ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയോ എന്നുള്ളതല്ല. ഞാൻ ആ യാത്രയിൽ യേശുക്രിസ്തുവിൽ ആണോ മഹത്വപ്പെടുത്തുന്നത്, അവൻ്റെ ക്യാരക്ടറോട് കൂടിയും ഭാരത്തോടു കൂടിയും കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയോ ആണോ എൻ്റെ ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ അനുസരണം എന്ന് പറയുന്നൊരു ഇൻറ്റേർണൽ ഫാക്ടറാണ്. അതിന് തീർച്ചയായിട്ടും കർത്താവ് പറയുന്ന നിയോഗങ്ങളുടെ അനുസരണം അതിനകത്തുണ്ട്. പക്ഷേ അത് നീതിയായി മാറുന്നത് അത് ലിറ്ററലി ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്തോ ഈ ട്രെയിനിലേ പോകാവുള്ളൂ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തോ എന്നുള്ളതല്ല. എൻ്റെ ഹൃദയത്തിൽ പോകുമ്പോൾ ഞാനൊരു ശുശ്രൂഷ ചെയ്യണമെന്നാണോ, കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നാണോ, അവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് എനിക്ക് തന്ന ഭാരത്തിൻ്റെ കാരണമാണോ, അതൊരു ഓർഗനൈസർ, എന്താണ് എൻ്റെ ഹൃദയത്തിലെ മോട്ടീവ്, അതാണ് ശരിക്കും അനുസരണമായിട്ട് വരുന്നത്. ഇപ്പോൾ സ്പിരിച്വൽ ഒബീഡിയൻസ്, ആത്മീക അനുസരണം എന്ന് പറയുന്നത് അതാണ് പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം. അപ്പം എന്ത് ചെയ്താലും, അതുകൊണ്ട് ഞാൻ പലരും പറയാറുണ്ട് നീ എവിടെ പോയാലും കുഴപ്പമില്ല, അവിടെ ക്രിസ്തു ആയിരിക്കണം അവിടെ ജീവിക്കുന്നത്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എവിടെ ആയാലും കർത്താവിൻ്റെ ആളായിരിക്കണം. നിങ്ങളെ നോക്കുന്നവർ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുന്നത് കാണാം. അതാണ് സ്പിരിച്വൽ ഒബീഡിയൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ കാര്യങ്ങൾ അതിനകത്തുണ്ട്, പക്ഷേ മെറ്റീരിയൽ കാര്യങ്ങളുടെ ലക്ഷ്യം മെറ്റീരിയൽ കാര്യങ്ങളല്ല, ഉള്ളിൽ ഉരുവാകുന്ന ക്രിസ്തുവാണ്. രക്ഷയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ എഫേസ്യ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, 2:8, 9, 10 വാക്യങ്ങളിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം പ്രവൃത്തി ഒരു കാരണമല്ല രക്ഷയ്ക്ക്. അപ്പം പ്രവൃത്തി വേണ്ടേ എന്നൊരു ചോദ്യം ഉയർന്നു കേൾക്കാറുണ്ട്. അപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു. അതെങ്ങനെയാണെന്നൊന്ന് അതിനൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇത്തിരി ദീർഘമായൊരു ഉത്തരം വേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് രക്ഷയുടെ ഒരു തലത്തിലും പ്രവൃത്തി ഒരു റിക്വയർമെൻ്റ് അല്ല എന്നാണ്. അതിന് കാരണം പല കാരണങ്ങളുണ്ട്. എങ്കിലും അതിന് ചരിത്രപരമായൊരു എവല്യൂഷൻ, അതെന്താണ് ഈ ഉപദേശം എന്നുള്ള കാര്യം എനിക്കൊന്ന് വ്യക്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് റോമൻ കത്തോലിക്ക സഭ രക്ഷ സാക്രമെന്റുകളിലൂടെ എന്നാണ് വിശ്വസിക്കുന്നത്.
അതായത് അവരുടെ പുരോഹിതൻ, ക്വാളിഫൈഡ് ആയിട്ടുള്ള പുരോഹിതൻ, അവർക്ക് സഭയുടെ റൂൾ അനുസരിച്ച് ചെയ്യുന്ന സാക്രമെന്റുകളിലൂടെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നതെന്നാണ് അവർ പഠിപ്പിച്ചത്. എന്നാൽ നവീകരണം നടക്കുമ്പോൾ 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലത്ത് മാർട്ടിൻ ലൂതറിനെ പോലുള്ള ആൾക്കാർ മുൻപോട്ട് വരുന്നത് വിശ്വാസം മാത്രം എന്ന് ഊന്നിക്കൊണ്ടാണ്. അപ്പോൾ വിശ്വാസം മാത്രം എന്ന് ഉള്ള ഒരു ഊന്നൽ നൽകുമ്പോൾ അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രവൃത്തി ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് നീതിമാൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഒരാൾ നീതിമാനാണോ? അപ്പോൾ എന്നാൽ വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നൊരു വാക്യമാണ് നമ്മളിപ്പോൾ കേട്ടത്, നിങ്ങളും അതിന് കാരണമല്ല. അതായത് രക്ഷയുടെ ഒരു ലോക്കസും നമ്മുടെ മേലില്ല. ഒരു ചെറിയ അഹങ്കാരം പോലും തോന്നാതിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രവൃത്തികളെയും അവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഈ രക്ഷ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് 6-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സ്വർഗത്തിൽ ദൈവത്തോട് പിതാവിനോട് ഇരുത്തിയിരിക്കുന്നു, ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. അവനോടുകൂടി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുന്ന ആ രക്ഷയ്ക്ക് നമ്മുടെ ഒരു പ്രവൃത്തികളും കാരണമല്ല. അതുകൊണ്ടാണ് ഇതിനെ ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്നത്. അത് വളരെ പവിത്രമായ ഒരു ഉപദേശമാണ്. അപ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് സംശയം തോന്നാം, പ്രവൃത്തിയൊന്നുമില്ലാതെ ഒരാൾ എങ്ങനെയാണ് നീതിമാനാകുന്നത്? ഇതൊരു വലിയൊരു ചോദ്യമാണ്. ലോകത്തിലുള്ള എല്ലാ റീഫോംഡ് ചർച്ചുകളും, അതായത് നവീകരണ ഉപദേശം പുലർത്തുന്ന എല്ലാ സഭകളും അത് രണ്ടായിട്ട് സാധാരണഗതിയിൽ അവർ തിരിക്കാറുണ്ട്. കാൽവിനിസ്റ്റ് സഭകളും അർമീനിയൻ സഭകളും. ഈ രണ്ട് സഭകളും, കാൽവിനിസ്റ്റ് സഭയും അർമീനിയൻ സഭയും, രണ്ട് സഭയും വിശ്വസിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്നാണ്. പ്രവൃത്തികളെ ഉൾക്കൊള്ളിക്കുവാൻ അവർ രണ്ടുപേരും ഒരുക്കമല്ല. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ന് കേരളത്തിൽ പല ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് കാൽവിനിസം എന്ന് പറഞ്ഞാൽ രക്ഷ വിശ്വാസത്താൽ മാത്രം, പ്രവൃത്തിയില്ല. അർമീനിയനിസം എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ വിശ്വാസം പ്ലസ് പ്രവൃത്തി. ഇങ്ങനെയാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അർമീനിയനിസം അതല്ല പറയുന്നത്. അർമീനിയനിസം പറയുന്നത് രക്ഷ വിശ്വാസത്താൽ തന്നെയാണ്, പക്ഷേ വിശ്വാസം നമ്മുടെ സ്വന്തമാണ്, അതിൽ പ്രവൃത്തി ഉൾക്കൊള്ളുന്നില്ല. വിശ്വാസം എപ്പോൾ നമ്മൾ വിടുന്നോ അപ്പോൾ രക്ഷ പോകും. വിശ്വാസം നമ്മുടെ സ്വന്തമാണ്. എന്നാൽ കാൽവിനിസത്തിൽ പറയുന്നത് വിശ്വാസം ദൈവം തരുന്ന ദാനമാണ്. അപ്പോൾ അത് ദൈവം തിരിച്ചെടുക്കുന്നില്ല. കാരണം ദൈവം അവൻ്റെ ദാനങ്ങൾ തരുന്നതിൽ പിന്നീട് പശ്ചാത്തപിക്കുന്നില്ല. അപ്പോൾ ഒരാളുടെ മേൽ ദൈവം വിശ്വാസം കൊടുക്കുമ്പോൾ, അവനെ വിശ്വസിപ്പിക്കുമ്പോൾ അത് എന്നേക്കുമായിട്ടാണെന്ന് കാൽവിനിസം വിശ്വസിക്കുന്നത്. എന്നാൽ അർമീനിയനിസം പറയുന്നത് ആ വിശ്വാസം അവൻ സ്വന്തമായി അർപ്പിക്കുന്നതാണ്. അവൻ ഏത് സമയത്തുമുള്ള വിശ്വാസം ഇല്ലാതായി പോകാം. അങ്ങനെ വിശ്വാസം ഇല്ലാതായി പോയാൽ അവൻ നശിച്ചു പോകാമെന്നുള്ളതാണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അവിടെ ഒരിക്കലും പ്രവൃത്തി എന്നൊരു ആംഗിൾ വരുന്നതേയില്ല. കാരണം അർമീനിയൻ തിയോളജിയന്മാരും പറയുന്നില്ല വിശ്വാസം പ്ലസ് സൽപ്രവൃത്തിയാണ് രക്ഷ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പെരിഫറൽ ഒബീഡിയൻസ്, ദോശ ഇഡ്ഡലി ആണോ ഏത് വേണം എന്ന് പറയുന്ന പോലത്തെയുള്ള ഒബീഡിയൻസ്, ഇതാണ് രക്ഷ എന്ന് അവരൊരിക്കലും പറയുന്നില്ല. അവർ പറയുന്നത് ഫെയ്ത്ത് അലോൺ തന്നെയാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ ഇവാഞ്ചലിക്കൽ സഭകളും ഐദർ കാൽവിനിസ്റ്റിക് ഓർ അർമീനിയൻ വിശ്വസിക്കുന്നത് ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ തന്നെയാണ്. പക്ഷേ കേരളത്തിൽ വ്യാപിച്ചിട്ടുള്ളത് ഒരു പെലേജിയൻ ഡോക്ട്രിൻ്റെ ഒരു രൂപമാണ്. അതായത് മനുഷ്യന് സ്വയം ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ പറ്റുമെന്നും അവനങ്ങനെ കൽപ്പനകൾ അനുസരിച്ച് നീതിമാന്മാരാകുമെന്നും അങ്ങനെ ആ നീതിയെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള മെറിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെന്നും ഉള്ള വിശ്വാസം റോമൻ കത്തോലിക്ക സഭയ്ക്കും പെലേജിയൻ ഗ്രൂപ്പുകൾ, അതായത് ദൈവവചന വിരുദ്ധ സഭകൾക്ക് മാത്രമേ ഉള്ളൂ. പെൻഡക്കോസ്റ്റൽ ചർച്ചിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഉപദേശമാണ്. നമുക്ക് കോഡിഫൈഡ് രീതിയിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ളത് അമേരിക്കയിലുള്ള അസംബ്ലി ഓഫ് ഗോഡിൻ്റെ ടീച്ചിങ് എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രം രക്ഷ എന്നുള്ളതാണ്. പ്രവൃത്തി ആഡ് ചെയ്യുന്നില്ല. കാരണം ഇതൊരു ഒരു പ്രഷ്യസ് ഡോക്ട്രിനാണ് ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഫുൾ ലൈഫ് സ്റ്റഡി ബൈബിൾ എന്ന് പറയുന്ന ഈ AGയുടെ ഒരു സ്റ്റഡി ബൈബിളുണ്ട്. അത് AGയുടെ തിയോളജിയന്മാർ ഇറക്കിയതാണ്. അതിൻ്റെ എഡിറ്റേഴ്സ് എല്ലാം. അത് വളരെ നല്ലൊരു സ്റ്റഡി ബൈബിളാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു കാൽവിനിസ്റ്റിക് ചർച്ച അല്ല AG, അർമീനിയൻ ഇൻക്ലിനേഷനുള്ള ഒരു ചർച്ചാണ്. പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് എംഫസൈസ് ചെയ്യുന്നൊരു കാര്യം സാൽവേഷൻ ഈസ് ബൈ ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ. പക്ഷേ അത് മനുഷ്യൻ വിശ്വസിക്കണം എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ഈ പ്രവർത്തിക്കണം എന്നുള്ളത് ഒരാൾ വേറൊരാൾ പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അനുസരിക്കണം. പ്രവർത്തിക്കണം എന്ന് പറയുമ്പം അതിനകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ നിങ്ങളൊരു സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ട് നിങ്ങൾ എന്നെപ്പോലെ ആയാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും.
അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ട് എൻ്റെ അനുസരണം, ഒരു മനുഷ്യൻ്റെ അനുസരണം വരികയാണ്. അപ്പോൾ അതൊരു വളരെ റോങ് ആയിട്ടുള്ളൊരു ഡോക്ടറിൻ. അത് വേദപുസ്തകം ഒരിടത്തും പഠിപ്പിക്കാത്തൊരു ഉപദേശവും കൂടിയാണ്. ഇന്ന് പല ആൾക്കാരും ഈ കാൽവിനിസം എന്താ അർമീനിയനിസം എന്താ തെറ്റിദ്ധരിച്ച് ഇത് രണ്ടുമല്ലാത്ത പെലേജിയനിസത്തിലേക്കും ഹെററ്റിക്കൽ ടീച്ചിങ്സിലോട്ടും പോകുന്നത് കൊണ്ട് രക്ഷ എന്നുള്ളത് ഒരിക്കലും സ്ഥിരപ്പെടുന്നില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാണ്, കർത്താവ് വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുമോ? അപ്പോൾ കേട്ടോണ്ടിരുന്ന ആൾക്കാർ മുഴുവൻ പോവില്ല. അപ്പോൾ രക്ഷ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? രക്ഷ എൻ്റെ ഏതോ ഒരു പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ആ ഭാഗ്യത്തെയും കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ സമയത്ത് കർത്താവ് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ പോകും. ഇങ്ങനെ വിശ്വസിക്കുന്നത് ചപലമാണ്, തെറ്റാണ്, റോങ് ആണ്. അത് ദൈവത്തിന് പകരം, ക്രിസ്തുവിൻ്റെ നീതിക്ക് പകരം മനുഷ്യരുടെ നീതി ഉയർത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരം, രക്ഷ എന്നുള്ള വിഷയമാണ്, സ്വർഗത്തിൽ പോകുന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിനകത്ത് പ്രവൃത്തികളുടെ ഒരു വാക്ക് പോലും വരുന്നില്ല. പോൾ വാഷർ എന്ന ഒരു പ്രശസ്തനായ പ്രസംഗം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, രക്ഷ എന്ന സമവാക്യത്തിൽ, രക്ഷയുടെ സമവാക്യത്തിൽ അല്ലെങ്കിൽ ഇക്വേഷനിൽ മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ രക്ഷ മുഴുവൻ ആവശ്യമാക്കി തീർത്ത അവൻ്റെ പാപമാണ്. വേറെ ഒരു കോൺട്രിബ്യൂഷനും ചെയ്യുവാൻ, ഈ ദൈവത്തിൻ്റെ ദാനമായ രക്ഷയിലേക്ക് വേറെ ഒരു കോൺട്രിബ്യൂഷനും നടത്താൻ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, എക്സെപ്റ്റ് ഹിസ് സിൻ എന്നാണ്. അതൊരു വളരെ പ്രഷ്യസ് ഡോക്ടറിനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഉന്നയിച്ച പ്രശ്നങ്ങൾ അവിടെയുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ യാക്കോബ് 2 തരം വിശ്വാസങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. സഫലമായ വിശ്വാസം, അതായത് രക്ഷിക്കുന്ന രക്ഷാകരമായ വിശ്വാസവും, കുറേ കഴിയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരായി ഓരോ മതത്തിലും സഭയിലും വിശ്വസിച്ച് അതിൻ്റെ ആചാരങ്ങളിൽ വിശ്വസിച്ച് പോകുന്ന അങ്ങനെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഫലം പുറപ്പെടുവിക്കാനുള്ള കഴിവില്ല. ഇപ്പം ഞാൻ പെന്തക്കോസുകാരനാണെന്ന് വിശ്വസിക്കുന്നു, പെന്തക്കോസയുടെ ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്നു, അവർ ഉപവാസപ്രാർത്ഥന വിളിക്കുമ്പോൾ പോകുന്നു, കൺവെൻഷന് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മര്യാദക്കാരനായി ജീവിക്കുന്നു, കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അയൽവക്കക്കാരൻ വയറ് വിശന്ന് വന്നു കഴിയുമ്പോൾ, യാക്കോബ് അങ്ങനെ തന്നെ പറയുന്നു, അയൽവക്കക്കാരൻ വയറ് വിശന്ന് വന്നു കഴിയുമ്പം ഞാൻ അവനോട് പറയാണ്, പോയി സന്തോഷമായിട്ട് ജീവിച്ചോ, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു 100 എടുത്ത് കൊടുത്താൽ തീരുന്ന കേസത്. പക്ഷെ അതെടുത്ത് കൊടുത്താൽ എനിക്ക് നഷ്ടം വരും. എൻ്റെ ഉള്ളിൽ ആ ഫെയ്ത്ത് ഇല്ല, ദൈവം എന്നെ നടത്തുന്നുള്ള ഫെയ്ത്തൊന്നുമില്ല, വർക്ക് ചെയ്യാത്തൊരു ഫെയ്ത്ത്. സാത്താൻ്റെ ഫെയ്ത്ത് അങ്ങനെയാണ്. സാത്താൻ അറിയാം യേശുക്രിസ്തു ഈ ഭൂമിയിലൊന്ന് പാപികളെ രക്ഷിക്കാനാണ്. പക്ഷേ സാത്താൻ ആ വിശ്വാസം കൊണ്ടൊരു പ്രയോജനമില്ല. എബ്രഹാമിനൊരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു, കർത്താവ് കൊടുത്തൊരു ഫെയ്ത്ത്. അത് അവന് കല്ലുകളിൽ നിന്ന് വരെ മക്കളെ ഉളവാക്കാൻ പര്യാപ്തമായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് ഫെയ്ത്താണ് നിങ്ങളുടേതെന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. അവിടെ പറയുന്നത് നമ്മുടെ ഫെയ്ത്ത് തീർച്ചയായിട്ടും അനുസരണത്തിലേക്ക് എത്തും. നമ്മുടെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. അനുസരണത്തിലേക്ക് അത് എത്തുന്നില്ലെങ്കിൽ ആ ഫെയ്ത്ത് റിയൽ അല്ല. കാരണം അതിൽ ക്രിസ്തു ഉരുവാകുന്നില്ല, ക്രിസ്തുവിൻ്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ നടക്കുന്നില്ല. എന്നോട് ചോദിച്ചു, അപ്പോൾ വിശ്വസിച്ചിട്ട് ചുമ്മാ ഇരുന്ന് ഉറങ്ങിയാൽ മതിയോ? അപ്പോൾ ഞാൻ ചോദിക്കും, വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവനാണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. വിശ്വസിച്ചിട്ട് നിങ്ങൾ ചുമ്മാ കസേരയിലിരുന്ന് ടൈറ്റ് കൊടുത്തിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ചുമ്മാ ഇരുന്നാൽ മതി. ഇന്ന് പല സഭകളിൽ അങ്ങനത്തെ ഒരു ഉപദേശമുണ്ടല്ലോ. ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. ഇപ്പോൾ പല ബ്രദറൻ ചർച്ചകളിലും ഇപ്പോൾ അങ്ങനെയായി. അതായത് പണ്ടും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരിക്കൽ രക്ഷ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് വരുമ്പോൾ പോവുക. ഇതിനിടയിലുള്ളൊരു സാങ്ക്ടിഫിക്കേഷൻ അവർ പഠിപ്പിക്കാത്തത് കൊണ്ട് പല ആളുകളും അല്ലെങ്കിൽ അതിനെ ഗൗരവമായി എടുക്കാത്തതുകൊണ്ട്, ഞാൻ പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പഠിപ്പിക്കുന്നുണ്ടാകാം, പക്ഷേ അത് ഗൗരവമായി എടുക്കാത്തത് കൊണ്ട് ഒരു വാക്ക് ഏറ്റു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ അയാൾ എങ്ങനെ ജീവിച്ചാലും ചുമ്മാ കിടന്നുറങ്ങിയാലും സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് ഈ ഉപദേശം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദേശത്തിൻ്റെ രൂപമേ അങ്ങനെയല്ല. വിശ്വാസം, അത് നിങ്ങൾ കാൽവിനിസ്റ്റ് ആയാലും അർമീനിയനിസ്റ്റ് ആയാലും, തുടക്കത്തിൽ ഞാൻ പറയാണ്, എനി ഇസം, വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ. വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്, പ്രവൃത്തികളല്ല. ദൈവം തരുന്ന വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നതെങ്കിൽ ആ ദൈവം ആ വിശ്വാസത്തെ ഒരിക്കലും പിൻവലിക്കുന്നില്ല. നമ്മളെ മക്കളെന്ന് കരുതുകയും ഡിസിപ്ലിൻ ചെയ്യുകയും നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുകയും അനുസരണം ഫലമാകുന്ന രീതിയിൽ നമ്മളെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നുകിലൊരു കാൽവിനിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അർമീനിയൻ ആയിരിക്കാം. ഈ അർമീനിയൻ ആയിരിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുന്നു, ഓക്കെ, ഞാൻ വിശ്വസിച്ചതാണ്, കർത്താവ് എനിക്ക് വിശ്വാസം എൻ്റെ ഉള്ളിൽ തന്നതൊന്നുമല്ല, ഞാൻ വിശ്വസിച്ചതാണ്, ഓക്കെ, ഞാൻ ഈ വിശ്വാസം എപ്പോഴും പിൻവലിച്ചാൽ എൻ്റെ രക്ഷ പോകും. ഇങ്ങനത്തെ വിശ്വാസം നിങ്ങൾ വിചാരിച്ചാലും പ്രാക്ടിക്കൽ റിസൾട്ട് ഒന്ന് തന്നെയാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പം വിശ്വാസത്താലാണ് കർത്താവിനെ നോക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പം വിശ്വസിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ വിശ്വാസം എൻ്റേതാണെന്നുള്ളൊരു ഗമ അവിടെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ. അത് ദൈവം കൈകാര്യം ചെയ്തോളൂ എന്നുള്ള എൻ്റെ ഒരു ചിന്ത. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യം തന്നെ, ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ ഉള്ള പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചെത്തതാണെന്ന് പറയുമ്പം
ഇങ്ങനെ അതിനകത്ത് ഒരു അർത്ഥം എടുക്കാമോ? അതായത് ഇപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു, ഒന്നെങ്കിൽ ഒരു സഭയിൽ, ഒരു പെന്തക്കോസ്റ്റൽ സഭയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും, നാളുകൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രവൃത്തിയൊന്നും പുറപ്പെടുന്നില്ല. ആദ്യകാലങ്ങളിൽ ഒരു ആവേശവും ഒരു ഉത്സാഹവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പ്രവൃത്തിയൊന്നും കാണാതെ വരുന്നു. അപ്പോൾ യാക്കോബ് പറയുന്നു, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാണ്. അപ്പം ഓൾറെഡി എനിക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ഞാനൊരു റൈറ്റ് ട്രാക്കിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്നാണ്? പ്രവൃത്തി ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പം പ്രവൃത്തി ആഡ് ചെയ്താൽ ഞാൻ ഓക്കെ, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അതായത് പ്രവൃത്തി ആഡ് ചെയ്താൽ ഞാൻ ഓക്കെ ആകും, അങ്ങനെ എടുക്കാൻ പറ്റുമോ? പ്രവൃത്തി ഇല്ല എന്ന് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളാണ്, എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഭാഗത്ത് കഠിന ഹൃദയം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വിശ്വാസത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. പല സമയത്തും വിശ്വാസത്തിൽ മന്ദത ഉണ്ടാകാം. അതായത് ആത്മീയ വളർച്ചയിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാർ താൽക്കാലികമായ ക്ഷീണം, വിശ്വാസ ക്ഷീണം അവർക്കുണ്ടാകാം. അപ്പോൾ വിശ്വാസത്തിൽ തുടർച്ചയായി നമ്മൾ പോരാടേണ്ടത് ആവശ്യമാണ്. അതിന് പെർസിവിയറൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ വിശ്വാസത്തിനായി പോരാടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അയ്യോ എനിക്ക് രക്ഷ കിട്ടിയിട്ടില്ലായിരിക്കും എന്ന് സംശയിക്കുന്നതിന് പകരം, അത് പരിശോധിക്കുന്ന എപ്പോഴും നല്ലതാണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്തൊരു സീരീസിൽ പറയാം. നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവേ എൻ്റെ വിശ്വാസത്തെ ജീവിപ്പിക്കണമേ, അല്ലെ വിശ്വാസത്തിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് കാണാൻ പറ്റാത്തതെന്ന് ഞാൻ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക എന്നുള്ളതാണ്. കർത്താവെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നീ എന്നോട് കരുണ കാണിക്കണം. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് അത് ഫലം കൊടുക്കാതിരിക്കുകയില്ല. ഈവൻ നമ്മളൊരു ചെറിയ ഡള്ള അവസ്ഥയിലൂടെ പോയാലും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളോട് ഒഴിവാക്കുക എന്നുള്ളൊരു പ്രോമിസാണ്, ഒരു വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ കർത്താവിനെ പോലെ ആക്കും. അപ്പോൾ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുമല്ലോ എന്നുള്ളതല്ല, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പോലെ ആകുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് വാഗ്ദത്തം. വാഗ്ദത്തം ക്രിസ്തുവിനെ പോലെ ഞാൻ ആകുമെന്നുള്ളതാണ്. അതാണ് രക്ഷയുടെ വാഗ്ദത്തം. ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഉറച്ചിരിക്കുന്നു കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വിശ്വാസം, അത് ആ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ. അതാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നത്. അത് സാൽവേഷൻ ഓഫ് സോൾ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. അത് ക്രിസ്തുവിനെ നമ്മൾ നേടുക എന്നുള്ളതാണ്. ആ ഫെയ്ത്ത് തീർച്ചയായിട്ടും ഫലിക്കും. അത് ഫലിക്കാതെ പോവുകയില്ല. കാരണം ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് തുടർന്നുള്ള ചോദ്യങ്ങൾ അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?